എല്ലാവരുടെയും ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ തന്നെയാണ് അല്ലേ? ഇതെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത്, ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി കാര്യങ്ങളെല്ലാം നടക്കുക. നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും +1 +1 ഓൾറെഡി എക്സാം ഒക്കെ എഴുതിയിരിക്കുകയായിരിക്കും. ഒരുപാട് എക്സാംസ് നല്ല ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ചിലർക്ക് എക്സാംസ് ടഫായിരിക്കും, വിചാരിച്ചതുപോലെ എക്സ്പെക്ട് ചെയ്ത പോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ 10th വരെ കണ്ടിട്ടുള്ള ഒരു എക്സാം പാറ്റേണോ കാര്യങ്ങളൊന്നുമല്ല 11th എൻ്റെ കുട്ടികൾ കണ്ടേ അല്ലേ? അതിൻ്റെ ഒരു ഷോക്കിൽ ആ ഒരു എക്സാം പാറ്റേൺ മാറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇപ്പോൾ +1 +2 ആയപ്പോൾ മുതൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ KEAM എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാം ആണ് നമ്മുടെ KEAM എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗിനായിക്കോട്ടെ, ആർക്കിടെക്ചറിനായിക്കോട്ടെ, B.Pharm and ഫാർമസി കോഴ്സുകളായിക്കോട്ടെ, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ്, ഇതിലെല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ എൻട്രൻസ് എക്സാം ആണ് KEAM എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എൻ്റെ കുട്ടികൾ എഴുതാൻ പോകുന്നത് +2 അല്ലേ? +1 മുതലേ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ KEAM എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +1 +2 സിലബസ് ആണ്. ഇപ്പോൾ +1 നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ, +2 നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ, ഇതെല്ലാത്തിൽ നിന്നും കൂടിയിട്ടായിരിക്കും നമ്മുടെ KEAM എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും, ഇതൊക്കെ നന്നായി പഠിച്ചോ, ഇതൊക്കെ എൻട്രൻസ് എക്സാമിന് ചോദിക്കും, ഇതെല്ലാം KEAM എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണെന്നൊക്കെ ഒരുപാട് സ്കൂൾസിലെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ +1 +2ൻ്റെ ഒപ്പം +1 തുടങ്ങിയപ്പോൾ മുതൽ തന്നെ KEAM എക്സാമിന് വേണ്ടി ബാച്ചസിൽ ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഴ്സസിന് ട്യൂഷൻസിന് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ ഒത്തിരി പേരുണ്ടായിരിക്കും. എൻട്രൻസിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇപ്പോഴത്തെ മിസ്സൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. +1 +2ൻ്റെ ഒപ്പം തന്നെ നമ്മുടെ KEAM എക്സാമിന് വേണ്ടിയിട്ട് അവർ പഠിക്കുമായിരുന്നു. കാരണം പിന്നീട് അങ്ങോട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ആദ്യമേ തന്നെ +1 +2ൻ്റെ ഒപ്പം പഠിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെയാണോ നിങ്ങളെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഇപ്പം തന്നെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, അക്കാദമിക്സിനൊപ്പം തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി എന്താണ് ഇപ്പോൾ മിസ്സ് പറഞ്ഞു വരുന്നത് അല്ലേ? ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും +1ൻ്റെ മാർക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഇംപ്രൂവ്മെൻറ്റ്. ഏതിനെങ്കിലുമൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇനി +1നേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്കാണ് എൻ്റെ കുട്ടികൾ അടുത്ത വർഷം പോകാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ +2. എന്തുകൊണ്ടാണ് +2 ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഒന്നാമതായിട്ട് +1 നമ്മൾ പഠിച്ച പോലെയല്ല +2. ഇപ്പോൾ മാത്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കാൽക്കുലസിൻ്റെ ഒരു ശാഖ തന്നെ എൻ്റെ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് +2 പഠിക്കാനുള്ള കണ്ടന്റ് വളരെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി +1നെ സംബന്ധിച്ച്. ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കണ്ടന്റ് വൈസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ +2ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ +2 വാങ്ങുന്ന ആ മാർക്ക്, നിങ്ങളുടെ എൻട്രൻസിൻ്റെ റാങ്ക് ഇവിടെ പോണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് നമ്മുടെ +2ൻ്റെ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ വരുന്ന നിങ്ങളിനി എഴുതാനായിട്ട് പോകുന്ന നമ്മുടെ KEAM എക്സാമിന്, നിങ്ങൾ +2 കഴിഞ്ഞ് എഴുതാനായിട്ട് പോകുന്ന നിങ്ങളുടെ KEAM എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ +2ൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KEAM സ്കോർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ടോട്ടൽ നമ്മുടെ KEAMൻ്റെ സ്കോർ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ 50% വരുന്നത് നമ്മുടെ +2ൻ്റെ മാർക്കാണ്. +2ൻ്റെ മാർക്ക് എല്ലാത്തിനെയും മീൻസ് എല്ലാ സബ്ജക്റ്റും അല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫീൽഡ് അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു KEAM എക്സാം എഴുതാനായിട്ട് KEAMന് നല്ലൊരു റാങ്ക് വാങ്ങണം എന്ന് എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ +2 വിട്ടുകൊടുക്കരുത്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഈ PCM അല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +2 ഈ 3 സബ്ജക്റ്റിൻ്റെയും മാർക്സ് ആഡ് ചെയ്ത് ശ്രദ്ധിക്കുക. +2 മാത്രം. +1 നിങ്ങൾ എത്ര മാർക്ക് നേടിയോ, +1 ചിലപ്പോൾ ഫുള്ള് വാങ്ങിയിട്ട് +2 മാർക്ക് ഉഴപ്പി പോകുന്ന ആൾക്കാരുണ്ട്, കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടാണ് മിസ് പറയാനായിട്ട് പോകുന്നത്, +2 മാർക്കാണ് എൻട്രൻസ് എക്സാമിന് എടുക്കുക. +2 ഈ 3 സബ്ജക്ട്സിൻ്റെ മാർക്ക് എവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും? നമ്മുടെ KEAM സ്കോറിൽ നിങ്ങളുടെ റാങ്ക് കണക്കാക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള ഈ മാർക്കിനെ ഔട്ട് ഓഫ് 300 എന്ന് പറഞ്ഞ് കണക്കാക്കി എന്തിലേക്ക് ആഡ് ചെയ്യും? KEAM സ്കോറിലേക്ക് ആഡ് ചെയ്യും. നമ്മുടെ KEAM സ്കോറിന് 50% മാർക്ക് ഉള്ളതാണ് +2 മാർക്കിനുള്ളതാണ്.
ബാക്കിയുള്ള 50% ആണ് നിങ്ങൾ കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ സമയത്ത് നിങ്ങൾ എഴുതുന്ന എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഔട്ട് ഓഫ് 300 ആയിരിക്കും. അങ്ങനെ ഔട്ട് ഓഫ് 600 ആയിരിക്കും നിങ്ങളുടെ കീം സ്കോർ വരുന്ന. അതാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, സി മാർക്ക് ഇല്ലാതെയാണ് നിങ്ങൾ ഈ 3 സബ്ജക്റ്റിലെയും മാർക്ക് ഇവിടെ ആഡ് ആവുന്നത്. സോ +2 വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം +1 നിങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചാലും ഒരുപാട് മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് +1 അവർക്ക് മടുത്തു തുടങ്ങും. +1 അവരെന്താണ് ബോറടിച്ച് അവർക്ക് ഇനി പഠിക്കേണ്ട ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തിയിട്ട് +2 മെല്ലെ അവർ ഡിപ്രസ്ഡ് ആവും, അവരുടെ മാർക്ക് കുറയും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, +1 നിങ്ങൾ എത്ര മാർക്ക് നേടിയാലും അതിനേക്കാളും ആവശ്യം എന്താ +2 മാർക്ക് നമുക്ക് കീം എക്സാമിന്, കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, എല്ലാവരും ഒരുപോലെ വരുന്ന എക്സാം ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് അവിടെ +2 മാർക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. അത് 50% ആണ് നമ്മുടെ +2 മാർക്ക് നമ്മൾ എടുക്കുക അല്ലേ. നമ്മുടെ +2 മാർക്കിൻ്റെ മൊത്തം ചേർന്നിട്ടാണ് നമ്മുടെ കീം സ്കോറിൻ്റെ 50% അതിലാണ് വരുന്നത്, +2 മാർക്കിലാണ്. സോ അതിന് ഇമ്പോർട്ടൻസ് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇപ്പോൾ മിസ് ഇതിപ്പോൾ പറഞ്ഞത്? നിങ്ങളുടെ കീം എക്സാം നിങ്ങൾ എഴുതാനായിട്ടില്ല അല്ലേ, നിങ്ങൾ എപ്പോഴാണ് +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതുക. എന്നിട്ടും എന്തുകൊണ്ട് മിസ് ഇപ്പോൾ ഇത് പറഞ്ഞു? +2 എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കീം എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ 1-2 ആഴ്ച മുന്നേ വന്ന് നിങ്ങൾ +2 നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മുന്നേ പറയേണ്ട കാര്യങ്ങൾ അത് മുന്നേ തന്നെ പറയണം. അതുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എൻ്റെ കുട്ടികൾ ഇനി +2ലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, എനിക്ക് എൻട്രൻസ് എക്സാം എഴുതണോ, എനിക്ക് കീം എക്സാം ക്രാക്ക് ചെയ്യണോ എന്നുണ്ടെങ്കിൽ +2 ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സബ്ജക്ട്സ് നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ 3 സബ്ജക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 സബ്ജക്റ്റിൽ മാക്സിമം ഇത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും മാർക്ക് സ്കോർ ചെയ്യുക. കാരണം നിങ്ങളുടെ ലക്ഷ്യം കീം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 സബ്ജക്ട്സും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാമിന് വളരെ മേജർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു PCM എന്ന് പറയുന്നത്. സോ ഇത് വിട്ട് കളയാതിരിക്കുക. അപ്പോൾ +2 അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ +2 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. +1 പോലെയല്ല, +2ന് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ +2 എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ഉയരെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഉയരെ ബാച്ചിലേക്ക് എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യുക. ഉയരെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസും ലൈവ് ക്ലാസ്സസും നോട്ട്സും ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്സും അങ്ങനെ കംപ്ലീറ്റ് പാക്കേജ് ആണ് എൻ്റെ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഉയരെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഫുൾ സബ്ജക്ട്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇനി എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ +1 +2ൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് +2 നിങ്ങൾക്ക് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വേദ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല എൻ്റെ കുട്ടികൾ എന്താണ് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കീമും കടന്ന് നിങ്ങൾക്കൊരു JEE ഒരു പടി മുകളിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീര ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മളെപ്പോഴും അടിപൊളിയായിട്ട് ആദ്യമേ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ +2ന് ശേഷം ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളാണ്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷനാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എത്തണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു കോളേജിൽ പഠിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേ മതിയാകൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഇനി വരുന്ന എക്സാംസിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം.